നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം. ആ ആരോപണങ്ങളിൽ മേലുള്ള അന്വേഷണം ഏതാണ്ട് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാത്രമല്ല രാജ്യത്ത് വളരെ വളരെ സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ പാതി പോലും പിന്നിടുന്നതിന് മുമ്പ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്നൊക്കെ നമ്മൾ കരുതുന്ന CPM-ന്റെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടയിലാണ് അദ്ദേഹം രാജ്യം വിട്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തേക്കൊന്നുമില്ല, ഒരു 19 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിദേശ പര്യടനത്തിന് 3 രാജ്യങ്ങൾ, ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും ദുബായും ഒക്കെ ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രി കുടുംബസമേതം യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഈ ഒരു യാത്ര ഒരു തീർത്തും അനൗചിത്യമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ കേൾവിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനെതിരെ നമ്മുടെ KPCC പ്രസിഡന്റ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, BJP നേതാക്കന്മാരൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. പക്ഷേ CPM നേതാക്കൾ വളരെ സുന്ദരമായി ഇതിനെ ന്യായീകരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് തന്നെ വളരെ കൃത്യമായി ഒരു വലിയ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ബാലൻ സഖാവ് എന്താ ഒന്നും മിണ്ടാത്തതെന്നാണ്. കാരണം AK ബാലനാണല്ലോ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ വിദഗ്ധമായ, വളരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകളും ഒക്കെ ആയിട്ടാണ് ബാലൻ സഖാവിന്റെ വരവ്. നമ്മൾ ഗോവിന്ദമാഷ് പ്രയോഗിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ടാണ് ബാലൻ സഖാവിന്റെ രംഗപ്രവേശം. ബാലൻ സഖാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് ദൈവം പോലും 7-ാം ദിവസം വിശ്രമിച്ചു എന്നാണ്. ആ ദിവസം മാത്രമേ ഞായറാഴ്ച, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ദൈവം ചെയ്തതുപോലെയാണ് നമ്മുടെ ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലന്റെ ന്യായീകരണം. ഇത് കേട്ട് മാധ്യമ പ്രവർത്തകർക്ക് പോലും മിണ്ടാട്ടം മുട്ടിപ്പോയി. അവര് പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു ന്യായീകരണം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സഖാവേ എന്നാണ് ചോദിക്കാനുള്ളത്. ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയൊരു ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തു തീർത്തത്. അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ. അതിലെന്താണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം? ഇത് ഒരുപാട് ഇതിന്റെ വ്യക്തതയൊക്കെ വരുത്തിയിട്ടും എന്താണ് നിങ്ങൾക്കൊന്നും സംശയം തീരാത്തത്? ഇതൊക്കെ മാധ്യമങ്ങളുടെ തകരാറാണ് എന്നാണ് ബാലൻ സഖാവും പറയുന്നത്. സ്വകാര്യ യാത്രയാണ് ഇത് എന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ സംശയം? ഇതൊക്കെയാണ് ബാലൻ സഖാവ് ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണല്ലോ അദ്ദേഹം പോയത്. അതായത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പോയിന്റിൽ നിന്ന് ഒരു വിളിച്ചാൽ മതി, വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരം, ആ സ്ഥലമാണ് ഇന്തോനേഷ്യ. നമുക്കൊന്നും മനസ്സിലാകാത്തൊരു സ്ഥലമാണല്ലോ ഇന്തോനേഷ്യ. അതുകൊണ്ട് ഇന്തോനേഷ്യയെ കുറിച്ച് ബാലൻ സഖാവ് വർണ്ണിക്കുന്ന അങ്ങനെയാണ്, തെക്കേ അറ്റത്ത് നിന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന സ്ഥലമാണ്. അപ്പൊ അത്ര അടുത്തേക്കല്ലേ അദ്ദേഹം പോയത്. പിന്നെ ഇതുമായി പ്രചരിക്കുന്നതെല്ലാം വെറും കെട്ടുകഥകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനു മുൻപും എത്ര മന്ത്രിമാരാണ് വിദേശ സന്ദർശനത്തിന് പോയത്, വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയത്? അതൊന്നും ഇങ്ങനെ ആരും വിമർശിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇതങ്ങനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തത്. ഏകദേശം 30 ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം ഏതാണ്ട് ഒരു 4 മണിക്കൂർ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത സ്ട്രെസ്, താങ്ങാൻ പറ്റാത്ത സമ്മർദ്ദം, ഇതിനൊന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം യാത്ര പോയിരിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാലോ, ഈ നവകേരള യാത്ര, രക്ഷാപ്രവർത്തനം, ന്യായീകരിക്കൽ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു മുഖ്യമന്ത്രി അനുഭവിച്ചത്. പിന്നെ വിദേശയാത്രയുടെ ചെലവിന്റെ സ്രോതസ് അത് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് ഈ KPCC അധ്യക്ഷൻ സുധാകരന്റെ ഒരു ആവശ്യം. സുധാകരൻ അങ്ങനെ വായിൽ തോന്നിയത് പലതും പറയാം. ഇതെന്താ ഈ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ആ ചെലവിന്റെ സ്രോതസ് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏതാണ്ട് 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ് മുഖ്യമന്ത്രി. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? 1.25 ലക്ഷം ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന നാടുകളിലേക്കൊക്കെ ഒന്ന് യാത്ര പോയിക്കൂടെ? പിന്നെ കമലേച്ചിയുടെ പെൻഷൻ ഉണ്ട്. കമലേച്ചിയുടെ പെൻഷൻ കാര്യം ഏതായാലും AK ബാലൻ പറഞ്ഞില്ല. കാരണം കമലേച്ചിയുടെ പെൻഷൻ കാശ് എടുത്തിട്ടാണ് മകൾക്ക്, അതായത് നമ്മുടെ വീണക്ക് IT കമ്പനി തുടങ്ങാൻ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ഒരു IT കമ്പനി തുടങ്ങാൻ കാശ് എവിടുന്ന് ചോദിച്ചപ്പോൾ അത് നമ്മുടെ കമലേച്ചിയുടെ പെൻഷൻ കാശാണ്.
അപ്പൊ മകൾക്ക് ഒരു IT കമ്പനി തുടങ്ങാൻ കാശ് ചെലവാക്കുന്ന കമലേച്ചിക്ക് ആ പെൻഷൻ ഒരു ചെറിയൊരു തുക എടുത്തിട്ട് ഇത്തരത്തിലുള്ള ഒരു യാത്ര പോയി എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് വിശ്വസിച്ചുകൂടെ? പിന്നെ വീണമോളുടെ മാസപ്പടി ഉണ്ടല്ലോ, മാസപ്പടി വാങ്ങില്ല എന്നൊന്നും വീണ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം മാസപ്പടിയായി കിട്ടിയ കാശ്, അപ്പൊ മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് 1.25 കോടി ശമ്പളം, കമലേച്ചിയുടെ കോടിക്കണക്കിന് രൂപ പെൻഷൻ, വീണമോളുടെ കോടിക്കണക്കിന് രൂപ മാസപ്പടി. ഈ കെ സുധാകരന് എന്തിന്റെ തകരാറാണ്? ഇതൊന്നും കെ സുധാകരൻ അറിയാത്ത കാര്യമാണ്. ഇതൊരു കാശ് എന്താ ഈ ഇതിനുള്ള ചെലവ് എവിടുന്ന്, അതിന്റെ സ്രോതസ് എവിടെ, വല്ല കാര്യമുണ്ടോ? പിന്നെ സ്പോൺസർമാരുടെ കാര്യം, ഏതാ സ്പോൺസർ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിന്റെ സ്പോൺസർമാരാണ് നമ്മുടെ ഇവിടെ കേരളീയം കഴിഞ്ഞു. കേരളീയത്തിന് വളരെ ചുരുക്കം തുക മാത്രമാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയത്. എത്ര സുന്ദരമായിട്ടാണ് കേരളീയം കഴിഞ്ഞത്. എത്ര സ്പോൺസർമാരാണ് ക്യൂ നിന്ന് ഈ കേരളീയം വിജയിപ്പിക്കാൻ വേണ്ടി കാശ് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് നവകേരള സദസ്സിന് ഒരു കാശ് പോലും സർക്കാർ ചെലവാക്കിയിട്ടില്ല, എല്ലാം സ്പോൺസർമാരായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സ്പോൺസർമാരുണ്ട്. പിന്നെ ഇവരോടൊന്നും പിന്നെ എന്താ പറയാ, GST ചോദിക്കാനോ നികുതി അടയ്ക്കാൻ പറയാനൊന്നും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപ നികുതി എന്താ പറയാ വീഴ്ച വരുത്തിയത്, അതൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം അതൊക്കെ വേറെ കാര്യമാണ്. നമ്മൾ നോക്കേണ്ടത് എന്താണ്? സ്പോൺസർമാരാണ്. അതായത് സ്വർണ്ണക്കട മുതലാളിമാരുണ്ട്, കോറി മുതലാളിമാരുണ്ട്. അപ്പൊ അത്തരം ആൾക്കാരൊക്കെ സ്വാഭാവികമായും നാടിന് വേണ്ടിയിട്ട്, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടൊക്കെ സ്പോൺസർഷിപ്പ് ഒക്കെ കൊടുത്തേക്കാം. അതിനെപ്പറ്റിയൊന്നും നമ്മളിങ്ങനെ സംശയിക്കാനൊന്നും പാടില്ല. അപ്പൊ കെ സുധാകരന്റെ പോലെ ഈ പറഞ്ഞ എന്താ പറയാ മണ്ടൻ ചോദ്യങ്ങളൊന്നും ഈ പത്രപ്രവർത്തകർ ചോദിക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ ബാലൻ സഖാവ് പറയുന്നത്. അതിനിടയ്ക്കാണ് നമ്മുടെ ശക്തിധരൻ സഖാവിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സമാനമായ സാഹചര്യത്തിൽ, അതായത് ഈ ഇലക്ഷൻ തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ വിദേശത്തേക്ക് പാഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഈ ഡീലിന് ഒന്നോ അതിലേറെയോ ദല്ലാളുകൾ ഉണ്ടാവാം. വിദേശത്ത് പോയത് EK നായനാരോ VS അച്യുതാനന്ദനോ ഒന്നും അല്ലല്ലോ. പോയത് നമ്മുടെ കാരണഭൂതനാണ്. അപ്പൊ തീർച്ചയായും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടാകും എന്ന് തന്നെയാണ് ശക്തിധരൻ പറയുന്നത്. ഈ യാത്ര സാധാരണ ബുദ്ധിക്ക് എന്തായാലും ന്യായീകരിക്കാവുന്ന ഒന്നല്ല. പിന്നെ പാർട്ടി അടിമകൾക്ക് എന്തും വിശ്വസിക്കാം. അപ്പൊ ഒരുപാട് ദുരൂഹതകൾ, ഒരുപാട് നിഗൂഢതകൾ ഈ യാത്രക്ക് പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇതൊന്നും നമ്മുടെ സാധാരണ ബുദ്ധിക്ക് ന്യായീകരിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. പക്ഷെ പാർട്ടി അടിമകൾ അവരെന്തും വിഴുങ്ങും. കാരണം അതവര് ശീലിച്ചു പോയതാണ്. ഈ അമ്മത്തൊട്ടിൽ കിടന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാര്യം നമുക്കറിയാം. അതിന്റെ അമ്മയെ വെട്ടിച്ച് അന്യ സംസ്ഥാനത്തേക്ക് കടത്തിയ ദുഷ്ടന്മാരുടെ പാർട്ടിയാണിത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇത് നമ്മുടെ ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നതാണ്. പിന്നെ ഈ ലഹരിക്ക് അടിമപ്പെട്ടവരൊക്കെ ചെയ്യാറുള്ളത് പോലെ ഒരു പാവം KSRTC ഡ്രൈവറോട് കാണിച്ച ക്രൂരത, ഇതൊക്കെ തലസ്ഥാനം വളരെ നിസ്സഹായതയോടെയാണ് കണ്ടത്. അവരെന്ത് കടുങ്കയും കാണിക്കും. ഈ സഖാക്കന്മാരുടെ കാര്യം അതാണ്. അത്രയ്ക്കും ഭയമാണ് അവരെ ജനങ്ങൾക്ക്. ഈ മുഖ്യമന്ത്രി ഈ കൂടെ എന്തിനാ ഇങ്ങനെ ദുബായ് പോകുന്നത്? അവിടെ വല്ലതും കൊണ്ടുവച്ചിട്ടുണ്ടോ? ഗൾഫ് നാടുകളിൽ വ്യവസായങ്ങൾ നടത്തുന്ന ഈ മലയാളി രാഷ്ട്രീയ നേതാക്കളുടെ ഗ്രാഫ് അതൊന്ന് തയ്യാറാക്കിയാൽ കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ വളരെ കൃത്യമായി നമുക്ക് പ്രവചിക്കാനാകും. രഹസ്യ നീക്കങ്ങളുടെ കലവറയാണ് ദുബായ് എന്ന് പറയുന്നത്. സ്വർണ്ണമായാലും കള്ളപ്പണമായാലും അതിൻ്റെ നീക്കത്തിനുമേൽ ഒരു കണ്ണുണ്ടാവണം. ഇതാണ് ശക്തിധരൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. ഏതായാലും മാധ്യമപ്രവർത്തകർ കണ്ണുവെച്ചാലും നമ്മുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തുള്ള മറ്റ് നേതാക്കന്മാരും നമ്മുടെ BJP നേതാക്കന്മാരും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സഖാക്കൾക്ക് നേരം വിളിക്കില്ല. അവരിനിയും പുതിയ ന്യായീകരണ ക്യാപ്സികളുമായി വരും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതായാലും ബാലൻ സഖാവ് പറഞ്ഞതിനേക്കാൾ അപ്പുറം ഒരു ന്യായീകരണ ക്യാപ്സിയോട് ഇനിയിപ്പോൾ ആരാ കൊണ്ടുവരിക എന്ന് നമുക്കറിയില്ല. കാരണം ദൈവത്തെ പോലെ എന്ന് പിണറായി വിജയനെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി ദൈവത്തെക്കാൾ വലിയ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഇതിനേക്കാൾ വലിയൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ആരും കൊണ്ടുവരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ CPM ആണ്, നമുക്കൊന്നും CPM കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അപ്പൊ എന്തും സംഭവിക്കാം.
അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.